ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. കരോളിൻ ഷോവിൻ ബെയ്ലിയാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അവരൊരു അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചറാണ്. അത് ഓർത്തിരിക്കുക. ഓഥറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. സ്റ്റോറി തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് വായിച്ച് നോക്കാം. പീപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. ആളുകൾ യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പീരിയൻസ് ആൻഡ് നോളജ്, അതായത് അനുഭവങ്ങളും അതേപോലെ അറിവും നേടാനായിട്ടാണ്. ബട്ട് സംടൈംസ്, പക്ഷേ ചില സമയങ്ങളിൽ ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആർ റൈറ്റ് അണ്ടർ ദെയർ നോസസ് ആൻഡ് ദേ ആർ അൺഅവെയർ ഓഫ് ഇറ്റ്. അതായത് ചില സമയങ്ങളിൽ എന്താണ്, നല്ല അനുഭവങ്ങൾ അവരുടെ മൂക്കിൻ തുമ്പത്തുണ്ടാവും, പക്ഷെ എന്താണ്, അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ അരികിലുള്ള ഒരു കാര്യം, അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കില്ല, ബോധവാന്മാരായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഹിയർ ഈസ് എൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ് ഹു എക്സ്പ്ലോർഡ് ഹിസ് സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു സ്റ്റോറിയിലൂടെ പങ്കുവെക്കുന്നത് ഒരു ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയുടെ അനുഭവമാണ്. അവൻ എന്താ ചെയ്യുന്നത്? ഹു എക്സ്പ്ലോർഡ് ഹിസ് സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. അവൻ എന്താണ് തിരയുന്നത്? ഒരു ചെറിയ ചുവന്ന കളറിലുള്ള വട്ടത്തിലുള്ള ഒരു വീട്. അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ് ഈ ഒരു കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. On a cold, rainy and windy Saturday in October, a little boy was bored. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു തണുപ്പുള്ള, നല്ല മഴയുള്ള, നല്ല കാറ്റുള്ള ഒരു ഒക്ടോബർ മാസത്തിലെ ഒരു ശനിയാഴ്ച, ആ ഒരു ദിവസം ഒരു ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടി, അവന് വളരെ അധികം ബോറടിക്കുകയാണ്. അവനൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ബോറടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഹി വെൻറ്റ് ഡൗൺ ടു ദ കിച്ചൺ വേർ ഹിസ് മദർ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഹി സെഡ്, മം, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നില്ലേ, എന്താ, നമുക്ക് ബോറടിക്കുന്ന സമയത്ത് അമ്മേൻ്റെ അടുത്ത് പോയി പറയാം, അമ്മ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയില്ലേ. അതേപോലെ ഇവൻ എന്ത് ചെയ്തു, ഇവൻ താഴെ കിച്ചണിലേക്ക് പോയിട്ട് അവിടെ പോയി നോക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യാണ്, ന്യൂസ് പേപ്പർ വായിക്കണം. അപ്പോൾ അമ്മേനോട് പറയാണ്, അമ്മ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഐ ആം ബോർഡ്, എനിക്ക് എന്താണ്, ബോറടിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ഹിസ് മദർ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹെർ പേപ്പർ ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അമ്മ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ആ പേപ്പറിൽ നിന്ന് തലയുയർത്തി ഇവനെ നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ക്രയോൺസ്. നിനക്ക് നിൻ്റെ പുതിയ ക്രയോൺസ് വെച്ചുകൊണ്ട് എന്തുകൊണ്ടൊരു ചിത്രം വരച്ചുകൂടാ എന്ന് അമ്മ ചോദിക്കുകയാണ്, ആ ഒരു ബോറടി മാറ്റാനായിട്ട്. അപ്പോൾ അവൻ എന്താ ആൻസർ ചെയ്യാൻ നോക്കാം. ഐ ഓൾറെഡി ഡ്രോ എ 100 പിക്ചേഴ്സ് ഹി സെറ്റ്. അവൻ പറയാണ്, ഞാനൊരു 100 കണക്കിന് ചിത്രങ്ങൾ വരച്ചു. ഐ ആം ബോർഡ്, എനിക്ക് ബോറടിക്കുന്നുണ്ട് എന്നിങ്ങനെ അമ്മേനോട് പറയുകയാണ് കേട്ടോ. അതായത് അവൻ്റെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവൻ ചിത്രമൊക്കെ വരച്ച് നോക്കി, ഒരുപാട് ചിത്രം വരച്ച് നോക്കി. 100 പിക്ചേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 100 കണക്കിന് ചിത്രങ്ങൾ അവൻ വരച്ചു നോക്കി. പക്ഷെ എന്താണ്, എന്നിട്ടും അവന് ബോറടിക്കുകയാണ് എന്ന് അമ്മേനോട് ഇങ്ങനെ പരാതി പറയുകയാണ് കേട്ടോ. വെൽ, വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ് ഷീ സജസ്റ്റഡ്. അപ്പോൾ അമ്മ അവനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിനക്ക് നിൻ്റെ പുതിയ ലൈബ്രറി ബുക്ക് വായിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ എന്താ പറയുന്നത്, ഐ ഓൾറെഡി റീഡ് ഓൾ ഓഫ് മൈ ബുക്സ് 1000 ടൈംസ്. എൻ്റെ എല്ലാ ബുക്സും ഞാനൊരു 1000 തവണ വായിച്ചു. അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. 1000 തവണ എന്ന് പറഞ്ഞാൽ അത്രയും തവണ വായിച്ചു എന്നല്ല, അവന് അതൊക്കെ വായിച്ചു നോക്കി, ഒരുപാട് തവണ വായിച്ചു നോക്കി, എന്നിട്ട് അവൻ്റെ ബോറടി മാറുന്നില്ല എന്നുള്ള കാര്യം ഒന്നൂന്നി പറയാനാണ് കേട്ടോ 1000 ടൈംസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ആം ബോർഡ്, എനിക്ക് ബോറടിക്കുന്നുണ്ട് ഹി സെറ്റ്. അവൻ ഇങ്ങനെ വീണ്ടും പറയാണ്. ഹൗ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ് ഷീ സെറ്റ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്നാൽ നിനക്ക് നിൻ്റെ ടോയ്സൊക്കെ വെച്ച് കളിച്ചുകൂടെ എന്ന്. ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് 1,000,000 ടോയ്സ്. 1,000,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 lakhs ആണ് കേട്ടോ. അപ്പോൾ ഇവൻ പറയാണ്, ഐ ഓൾറെഡി പ്ലേഡ് വിത്ത് 1,000,000 ടോയ്സ്. ഞാൻ എന്താണ്, 10 ലക്ഷം, അതായത് 1,000,000 ടോയ്സ് കൊണ്ടൊക്കെ കളിച്ചു. ഐ ആം ബോർഡ്, എനിക്ക് എന്താണ്, എന്നിട്ടും ബോറടിക്കുകയാണ് എന്ന് അമ്മേനോട് പറയാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം മദേഴ്സ് ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ ദെയർ ചിൽഡ്രൻ സേ ദേ ആർ ബോർഡ്. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ അമ്മമാരുണ്ടല്ലോ, അമ്മമാരോട് എനിക്ക് ബോറടിക്കുന്നു എന്ന് മക്കൾ പറയുന്ന സമയത്ത് അത് അമ്മമാർക്ക് അങ്ങനെ എല്ലാ സമയത്തും ഇഷ്ടപ്പെടണമെന്നില്ല, കൂടുതൽ സമയത്തും അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഐ വാസ് നെവർ ബോർഡ് വെൻ ഐ വാസ് യുവർ ഏജ് ദേ സേ. അപ്പം അമ്മ പറയുകയാണ്, എനിക്ക് നിൻ്റെ പ്രായമായിരുന്ന സമയത്ത്, അതായത് അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് ഒരിക്കലും ബോറടിച്ചിട്ടില്ല എന്ന് ഈ അമ്മ മകനോട് പറയുകയാണ്. ദോ ദിസ് കാൻ ബി ട്രൂ,
ക്യാൻ ഇറ്റ്. അപ്പം ഇവിടെ റൈറ്റർ ചോദിക്കുകയാണ്, അത് സത്യമായിരിക്കുമോ, ആർക്കെങ്കിലും ഒരിക്കലും ബോറടിക്കാതിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ദ ലിറ്റിൽ ബോയ്സ് മദർ തോട്ട് ഫോർ എ ബിറ്റ് ആൻഡ് ദെൻ ഷീ സെഡ്, ഐ റിമെമ്പർ വൺ ഡേ വെൻ ഐ വാസ് യുവർ ഏജ് ആൻഡ് ഐ വാസ് ബോർഡ്. അപ്പോൾ ഈ ലിറ്റിൽ ബോയിൻ്റെ അമ്മ അവരൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവർ പറയുകയാണ്, ഐ റിമെമ്പർ വൺ ഡേ, എനിക്ക് ഒരു ദിവസം ഓർമ്മയുണ്ട്, വെൻ ഐ വാസ് യുവർ ഏജ്, എനിക്ക് നിൻ്റെ പ്രായമായിരുന്ന സമയത്ത്, ആൻഡ് ഐ വാസ് ബോർഡ്. അതായത് അമ്മയ്ക്ക് എന്താണ് ഈ ഒരു കുട്ടിയുടെ പ്രായമുള്ള സമയം, അതായത് അമ്മയുടെ കുട്ടിക്കാലത്ത് ഒരു ദിവസം അമ്മ ബോറടിച്ചതായിട്ട് അമ്മയ്ക്ക് ഓർമ്മ വന്നു. ഓക്കെ, മൈ മദർ യുവർ ഗ്രാൻഡ് മദർ സെൻഡ് മീ ഔട്ട് ടു സെർച്ച് ഫോർ ദ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്. അപ്പോൾ അങ്ങനെ എനിക്ക് ബോറടിച്ച സമയത്ത്, അതായത് ഈ ലിറ്റിൽ ബോയിൻ്റെ അമ്മയ്ക്ക് ബോറടിച്ച സമയത്ത് ഈ അമ്മയുടെ അമ്മയുണ്ടല്ലോ, അതായത് ഈ ലിറ്റിൽ ബോയിൻ്റെ ഗ്രാൻഡ് മദർ അമ്മൂമ്മ എന്താ ചെയ്തത്, ഇവൻ്റെ അമ്മേനെ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വിടുകയാണ്. എന്താണ് തിരയാൻ വിടുന്നത്? സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്, ഒരു ചെറിയ വിചിത്രമായിട്ടുള്ള വീട് കണ്ടെത്താനാണ് എൻ്റെ അമ്മ, അതായത് നിൻ്റെ അമ്മൂമ്മ എന്നോട് പറഞ്ഞത് എന്ന് പറയുകയാണ്. ഇഫ് യു വുഡ് ലൈക്ക് ഐ ക്യാൻ ടെൽ യു ജസ്റ്റ് വാട്ട് ഷീ ടോൾഡ് മീ ടു ഡു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മൂമ്മ എന്നോട് എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് അമ്മ പറയാണ്. ദ ലിറ്റിൽ ബോയ് ലുക്ക്ഡ് അപ്പ്, ഹിസ് മദർ വാസ് ബോർഡ് വൺസ്, ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പം ലിറ്റിൽ ബോയ് എന്താണ്, തലയുയർത്തി അവൻ്റെ അമ്മേനെ ഇങ്ങനെ നോക്കുകയാണ്. ഒരിക്കലും അവൻ്റെ അമ്മയ്ക്കും ബോറടിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ആലോചിക്കുമ്പോൾ അവനതിലൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. ഓക്കെ, ഷീ സെഡ്, first you need to put on your raincoat and your hat and your scarf and your mittens and your boots. അപ്പോൾ ഇവിടെ അമ്മ അവനോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ആദ്യം തന്നെ നീ എന്ത് ചെയ്യണം, യു നീഡ് ടു പുട്ട് ഓൺ യുവർ റെയിൻകോട്ട്. പുട്ട് ഓൺ മീൻസ് വെയർ, ധരിക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ നീ നിൻ്റെ റെയിൻകോട്ട് ധരിക്കുക, പിന്നെ നിൻ്റെ ഹാറ്റ്, അതേപോലെ സ്കാർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കഴുത്തിലൂടെ ഇടുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതാണ്. ആൻഡ് യുവർ മിറ്റൻസ് മീൻസ് കയ്യുറകളാണ്. ആൻഡ് യുവർ ബൂട്ട്സ്, പിന്നെ എന്താണ്, ബൂട്ട്സും ധരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നീ ധരിക്കണമെന്ന് അമ്മ ആദ്യം ഇവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദെൻ യു നീഡ് ടു ഗോ ഔട്ട്സൈഡ്, അതിനുശേഷം നീ എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. എന്നിട്ടോ ആൻഡ് ദെൻ യു നീഡ് ടു വാക്ക് അപ്പ് ദ ബ്ലോക്ക് ആൻഡ് ഡൗൺ ദ ബ്ലോക്ക് ആൻഡ് അറൗണ്ട് ദ ബ്ലോക്ക് ടു ലുക്ക് ഫോർ ദാറ്റ് ലിറ്റിൽ ഹൗസ്. അപ്പോൾ പുറത്തേക്ക് പോയതിന് ശേഷം നീ ഈ ഒരു ബ്ലോക്കിൽ മുകളിലേക്കും താഴേക്കും അതേപോലെ ചുറ്റിലും ഒക്കെ പോയി നോക്കിയിട്ട് ആ ഒരു ലിറ്റിൽ ഹൗസ് നീ കണ്ടെത്തണം എന്ന് പറയുകയാണ് കേട്ടോ. വാട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ ഹൗസ് ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ്. അപ്പം ആ ഒരു ലിറ്റിൽ ബോയ് അമ്മേനോട് ചോദിക്കുകയാണ് അത് എത്തരത്തിലുള്ള ഒരു ചെറിയ വീടാണ് എന്നുള്ളത്. അപ്പോൾ അമ്മ എന്താ പറയുന്നത് നോക്കാം. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഷീ സെറ്റ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്, അതൊരു വിചിത്രമായിട്ടുള്ള വീടാണ്. ഇറ്റ് ഈസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ്, ചുവന്ന കളറുള്ള വട്ടത്തിലുള്ള ഒരു ചെറിയ വീടാണ്. വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, അപ്പോൾ ആ ഒരു വീടിന് ജനലുകളോ വാതിലുകളോ ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ, ഒരു മുകളിലായിട്ട് ടോപ്പിലായിട്ട് ഒരു ചിമ്മിനി ഉണ്ട്, അതേപോലെ നടുവിലായിട്ട് ഒരു നക്ഷത്രവും ഉണ്ട് എന്ന് അമ്മ പറയാണ്. ഷീ സെറ്റ്. അമ്മ കൊടുത്തിട്ടുള്ള ക്ലൂസ് ആണ് കേട്ടോ, ആ ഒരു വീട് കണ്ടെത്താനായിട്ട് കൊടുത്തിട്ടുള്ള ക്ലൂസ് ആണ് ഇതെല്ലാം. ദ ലിറ്റിൽ ബോയ് സ്റ്റേഡ് അറ്റ് ഹെർ. അപ്പോൾ ആ ലിറ്റിൽ ബോയ് അവൻ്റെ അമ്മേനെ ഇങ്ങനെ തുറിച്ചു നോക്കി, കാരണം ഇത്രയും വിചിത്രമായിട്ടുള്ള ക്ലൂസാണ് കൊടുത്തിട്ടുള്ളത്, വിചിത്രമായിട്ടുള്ള ഒരു വീടിൻ്റെ കാര്യമാണല്ലേ അവനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവൻ്റെ അമ്മേനെ ഇങ്ങനെ ഒന്ന് തുറിച്ചു നോക്കുകയാണ്. ഐ നെവർ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ, വെർ ഇസ് ഇറ്റ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ അത്തരത്തിലുള്ള ഒരു വീട് ഒരിക്കലും കണ്ടിട്ടില്ല. വേർ ഇസ് ഇറ്റ്, അതെവിടെയാണ് എന്ന് ചോദിക്കുകയാണ്. ഹിസ് മദർ സെറ്റ്. അപ്പം അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറയുന്നത് നോക്കാം. ഐ കാൺ ടെൽ യു, എനിക്കിതിനോടത് പറയാൻ പറ്റില്ല. ബട്ട് ഇഫ് യു കീപ് യുവർ ഇയേഴ്സ് ഓപ്പൺ ആൻഡ് യുവർ ഐസ് ഓപ്പൺ ആൻഡ് യു ലുക്ക് ഹാർഡ്, യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ. അപ്പം എന്താ പറയുന്നത്, എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല. നീ നിൻ്റെ ചെവി കൂർപ്പിച്ച് വെക്കുകയും കണ്ണുകൾ തുറന്ന് വെക്കുകയും അതേപോലെ നീ കഷ്ടപ്പെട്ട് തിരയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് കണ്ടെത്താൻ കഴിയും. അത് ഒരുപാട് ദൂരെയൊന്നുമല്ല, ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല. യു വോണ്ട് എവൻ നീഡ് ടു ക്രോസ് ദ സ്ട്രീറ്റ്. നിനക്ക് ഈ ഒരു സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് തിരയേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇവിടെ അടുത്ത് തന്നെയാണ് എന്നാണ് അമ്മ പറയുന്നത്. ഐ വിൽ ഡു ഇറ്റ്, ഹി സെറ്റ്. അപ്പോൾ അവൻ പറയാണ് ഞാൻ ചെയ്യാം എന്ന്.
He bundled up in his raincoat and his hat, his scarf and his mittens and his boots too, and set out to find the little round red house with no windows and no doors, a chimney on top and a star in the middle. അപ്പോൾ അവൻ്റെ അമ്മ യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ധരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ്? റെയിൻകോട്ട്, അതേപോലെ ഹാറ്റ്, സ്കാർഫ്, മിറ്റൻസ്, ബൂട്ട്സ്, ഇതൊക്കെ എടുത്തിട്ട് അവൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു ചിമ്മിനി ടോപ്പിലും അതേപോലെ ഒരു സ്റ്റാർ മിഡിലും പിന്നെന്താണ്, ജനലുകളും വാതിലുകളും ഒന്നും ഇല്ലാത്ത ആ ഒരു വീട് കണ്ടെത്താൻ വേണ്ടി അവൻ പോവുകയാണ് കേട്ടോ. അത്രയാണ് ഇവിടെ പറയുന്നത്. He walked down his long block all the way to the corner. He saw white houses and blue houses and yellow houses and green houses. Then he saw a red house. അപ്പോൾ അവനിങ്ങനെ എന്താണ്, അവൻ്റെ ആ ഒരു ബ്ലോക്കിലൂടെ ഈ റെഡ് ഹൗസും തിരഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവന് എത്തരത്തിലുള്ള വീടുകളൊക്കെയാണ് കണ്ടത്? ഹി സോ വൈറ്റ് ഹൗസസ്, വെള്ള കളറുള്ള വീടുകൾ കണ്ടു, ബ്ലൂ കളറിലുള്ള വീടുകൾ കണ്ടു, യെല്ലോ വീടുകൾ കണ്ടു, അതേപോലെ ഗ്രീൻ അല്ലേ, പച്ച കളറുള്ള വീടുകളും കണ്ടു. ദെൻ ഹീ സോ എ റെഡ് ഹൗസ്, അതിനുശേഷം അവൻ എന്ത് കണ്ടു? ഒരു ചുമന്ന കളറുള്ള വീടും കണ്ടു. ദർ ഇറ്റ് ഈസ്, ഹി ക്രൈഡ്. ക്രൈഡ് മീൻസ് ഇവിടെ പറഞ്ഞു എന്നുള്ളത് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അതാ അവിടെ ആ വീടുണ്ട് എന്നവൻ പറയുകയാണ്. ബട്ട് വെയിറ്റ്, പക്ഷേ നിൽക്കൂ. ദ ഹൗസ് വാസ് സ്ക്വയർ നോട്ട് റൗണ്ട്. ആ വീട് എങ്ങനെയാണ്? സ്ക്വയർ ആണ്, അത് വട്ടത്തിലുള്ളതല്ല. നോട്ട് റൗണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഹാഡ് എ ചിമ്മിനി, അതിനൊരു ചിമ്മിനി ഉണ്ട്. ഓൾ റൈറ്റ്, ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ്. ചിമ്മിനി ഉണ്ട്, അതൊക്കെയാണ്, പക്ഷേ എന്താണ്, അതിന് ഒരുപാട് ജനലുകളുമുണ്ട്. ഇറ്റ് ഹാഡ് എ ഡോർ ടു, അതിനൊരു വാതിലും കൂടെ ഉണ്ട്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞിട്ടുള്ളത്? ചതുരത്തിലല്ല, വട്ടത്തിലുള്ള വീടാണ്. അതിനെന്താണ്, ഒരു ചിമ്മിനി ഉണ്ട്. ചിമ്മിനി ഓക്കെയാണ്, അതവിടെ ഉണ്ട്. പക്ഷേ ഡോറും എന്താണ്, വിൻഡോസും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീടിന് എന്താണ്, ഒരു ഡോറും ഉണ്ട്, കുറേ വിൻഡോസും ഉണ്ട്. ഹി കുഡിൻ ടെൽ ഈഫ് ദർ വാസ് എ സ്റ്റാർ. അവിടെ ഒരു നക്ഷത്രമുണ്ടോ എന്നുള്ള കാര്യം അവന് പറയാൻ കഴിയില്ല. ദ വിൻഡോസ് ഹാഡ് കർട്ടൈൻസ് ഓൺ ദ ഇൻസൈഡ്. അപ്പം എല്ലാ ജനലുകളിലും ഉള്ളിൽ നിന്ന് കർട്ടൈൻസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീട്ടിലൊക്കെ എന്താണ്, വിൻഡോസിന് കേർട്ടൻ ഉണ്ടാവില്ല, അതേപോലെ എല്ലാത്തിലും കർട്ടൈൻസ് ഇട്ടിട്ടുണ്ട് ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഇറ്റ്, ഹി സെറ്റ്. അവൻ പറയുകയാണ്, അമ്മ പറഞ്ഞ എന്താണ്, ലക്ഷണങ്ങളൊന്നുമുള്ള വീടല്ല ഇത്, അതുകൊണ്ട് ഒരു പക്ഷേ അത് ആയിരിക്കില്ല ഇത് എന്നവൻ പറയുകയാണ്. ആൻഡ് കണ്ടിന്യൂഡ് ഹിസ് മാർച്ച്, അതായത് അവൻ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് ആ ഒരു വീട് തിരഞ്ഞുകൊണ്ട്. അറൗണ്ട് ദ കോർണർ, അപ്പ് ദ ലോങ് ബ്ലോക്ക് ആൻഡ് ടു ദ നെക്സ്റ്റ് കോർണർ. അപ്പോൾ അവനിങ്ങനെ നടക്കുകയാണ്, ഒരു കോർണറിൽ നിന്ന് അടുത്ത കോർണറിലേക്കായിട്ട് ഇങ്ങനെ ആ വീട് തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ദർ വർ യെല്ലോ ഹൗസസ് ആൻഡ് ബ്രൗൺ ഹൗസസ് ആൻഡ് മെനി കളേർഡ് ഹൗസസ്, ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അവിടെ മഞ്ഞ കളറിലുള്ള വീടും ബ്രൗൺ കളറിലുള്ള വീടും അതേപോലെ പല കളറുകളിലുള്ള വീടുകളും അവൻ കാണുന്നുണ്ട്. പക്ഷേ ബട്ട് നോട്ട് വൺ ഓഫ് ദം വാസ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോസ്. പിന്നെ എന്താണ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ പോലെ വട്ടത്തിലുള്ള ചുമന്ന കളറുള്ള വാതിലുകളോ ജനലുകളോ ഇല്ലാത്ത മുകളിലൊരു ചിമ്മിനിയുള്ള ഒരു സ്റ്റാർ, നടുവിലായിട്ടൊരു സ്റ്റാറുമുള്ള ഒരു വീട് അവന് അവിടെ കണ്ടെത്താനായില്ല. ഓക്കെ, ആസ് ഹി വാസ് സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് വാക്ക് ഫീലിംഗ് പസിൽഡ്, ദ ലിറ്റിൽ വൈറ്റ് മെയിൽ ട്രക്ക് പുൾഡ് അപ്പ്. അപ്പോൾ ഈ ബോയ് എന്താണ്, നടപ്പാതയിൽ, സൈഡ് വാക്ക് എന്ന് പറഞ്ഞാൽ നടപ്പാതയാണ്, നടപ്പാതയിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട്, പസിൽഡ് മീൻസ് ഇവിടെ കൺഫ്യൂസ്ഡ് എന്നാണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മെയിൽ ട്രക്ക്, അതായത് മെയിലൊക്കെ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ദ മെയിൽ കാരിയർ പോക്ഡ് ഹിസ് ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് സെഡ്, ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ്. അപ്പോൾ ആ ഒരു മെയിൽ ഉണ്ടല്ലോ, പോസ്റ്റ്മാൻ, അദ്ദേഹം ആ ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ നിന്ന് വിൻഡോയിലൂടെ തല മാത്രം പുറത്തേക്കിട്ടിട്ട് ആ കുട്ടീനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആർ യു ലോസ്റ്റ് മീൻസ് എന്താണ്, നീ വഴിതെറ്റി നിൽക്കുകയാണോ എന്ന് കുട്ടീനോട് ചോദിക്കുകയാണ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.